കുത്തിയിരിപ്പ് സത്യാഗ്രഹവുമായി ചാണ്ടി ഉമ്മൻ. ഇന്ന് രാവിലെ ചാണ്ടി ഉമ്മൻ വികസന സദസ്സ് നടക്കുന്ന ആ വേദിയുടെ സമീപത്ത് ഒരു കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തുകയാണ്. അദ്ദേഹം പറയുവാൻ കാരണം പുതുപ്പള്ളി മണ്ഡലത്തിൽ പുതുപ്പള്ളി പഞ്ചായത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട പരിപാടികളിലൊന്നും സ്ഥലം MLA അറിയിക്കുന്നില്ല. എന്നാൽ പോസ്റ്ററുകളിലും പരസ്യങ്ങളിലും പത്രവാർത്തകളിലുമെല്ലാം പലപ്പോഴും അധ്യക്ഷ സ്ഥാനം നൽകി ഇദ്ദേഹത്തിൻ്റെ പേരും ഫോട്ടോയും ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ പരിപാടികളിൽ ഇദ്ദേഹത്തെ ക്ഷണിക്കുന്നു പോലുമില്ല. MLA കാണാതിരിക്കുമ്പോൾ മാറി നിൽക്കുന്നു എന്നൊരു ഫീൽ ഉണ്ടാക്കാനും അത്ര ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുമാണ് ഇത്തരം പരിപാടികൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി ചാണ്ടി ഉമ്മൻ അതിനെതിരെ ശക്തമായ പ്രതികരണവുമായി ഇന്ന് വന്നിരിക്കുകയാണ്. അത് മാത്രമല്ല, തൻ്റെ പിതാവിൻ്റെ പേരിൽ നിർമ്മാണം ആരംഭിച്ച മിനി സ്റ്റേഷൻ്റെ രണ്ടാം ഘട്ട പദ്ധതിയുടെ ഉദ്ഘാടന വേദിയിലും പരസ്യത്തിലെല്ലാം ചാണ്ടി ഉമ്മൻ്റെ പേര് കൊടുത്തു. എന്നാൽ അദ്ദേഹത്തെ നേരിട്ട് ക്ഷണിച്ചില്ല. ഇതുപോലെ പഞ്ചായത്തിൽ നടക്കുന്ന പല പരിപാടികളിലും അദ്ദേഹത്തെ ക്ഷണിക്കാതെ അദ്ദേഹത്തിൻ്റെ പേര് പരസ്യങ്ങളിൽ വെക്കുന്നതിനെതിരെ അദ്ദേഹം ശക്തമായി പ്രതികരിച്ചുകൊണ്ട് ഒരു കുത്തിയിരിപ്പ് സത്യാഗ്രഹം ഇന്ന് അദ്ദേഹം നടത്തുകയാണ്. ചാണ്ടി ഉമ്മൻ്റെ വാക്കുകൾ കേൾക്കാം. ഇന്നൊരു ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുക. എന്തിൻ്റെയാന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. കാരണം എൻ്റെ പിതാവിൻ്റെ പേരിട്ടുകൊണ്ട് ഒരു സിവിൽ സ്റ്റേഷൻ വന്നു എന്നാണ് പറയുന്നത്. ആ സിവിൽ സ്റ്റേഷന് എൻ്റെ പിതാവ് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കൊടുത്ത 1 കോടി രൂപയല്ലാതെ ഈ സർക്കാർ 1 രൂപ ചെലവഴിച്ചിട്ടില്ല. 9 വർഷക്കാലം ഇതിൻ്റെ തടസ്സം ആരാന്ന് ചോദിച്ചാൽ ഈ ഗവൺമെൻറ്റാണ്. ഈ ഗവൺമെൻറ് ആ സിവിൽ സ്റ്റേഷനെ അനക്കാൻ വിട്ടിട്ടില്ല. ഇന്ന് ഇലക്ഷൻ എടുത്തപ്പോൾ എന്തെങ്കിലും കാണിക്കാൻ വേണ്ടി ഈ പഞ്ചായത്തിൽ നിന്ന് 2ാം ഘട്ടത്തിൻ്റെ ഉദ്ഘാടനം, 1ാം ഘട്ടം എവിടെ? 1ാം ഘട്ടം നിങ്ങൾ ആ വീഡിയോ എടുത്ത് കാണിക്കണം കേരളത്തിലെ ജനങ്ങളെ. എന്താണ് പുതുപ്പള്ളിയോട് അവഗണന എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ 2 വർഷമായി ഏത് പരിപാടി എടുത്താലും MLA ഇല്ല. 2 മന്ത്രിമാരെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് അവിടെ ഒഴിവാകും. ഇന്നിപ്പോ ജോബ് മൈക്കിളിനെ വിളിച്ചാണ് ഉദ്ഘാടനം. ഈ തരത്തിൽ ഇതൊരു തുടർ പരമ്പരയായി നിൽക്കുന്നത്. എനിക്കിത് പ്രതിഷേധിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല, പക്ഷെ ഇത് തുടർ പരമ്പരയാണ്. നിങ്ങൾ തൊട്ടപ്പുറത്തെ ആ തലപ്പാടി ഹോസ്പിറ്റൽ നോക്കണം. കേരളത്തിലെ എല്ലാ കോവിഡ്, ആദ്യത്തെ കോവിഡിന് 4 ലക്ഷം ടെസ്റ്റ് നടന്ന സ്ഥലമാണ്. അതൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ട് ഉദ്ദേശിച്ചാണ്. ഒരു കല്ലെടുത്ത് വെക്കാൻ സംഭവിച്ചിട്ടില്ല. അപ്പുറത്തൊരു പാലമുണ്ട്, ഏറ്റുമാനൂരുമായിട്ട് കണക്ട് ചെയ്യുന്ന അയർക്കുന്നത്തെ പാലം. ആ പാലത്ത് ഉമ്മൻചാണ്ടി സർക്കാർ വിട്ട പില്ലേഴ്സ് മാത്രം, അവിടുന്ന് ഒരു കല്ലെടുത്ത് വെച്ചിട്ടില്ല. ഇതാണ് പുതുപ്പള്ളിയുടെ അവസ്ഥ. എന്നോട് ചോദിക്കാതെ, എന്നോട് വിളിക്കാതെ അവര് പരിപാടി അങ്ങനെ ചെയ്യുന്നു. ഞങ്ങൾ ബഹിഷ്കരിച്ച ഒരു പരിപാടി എന്റെ ഫോട്ടോ വെക്കുക, എന്നിട്ട് ആൾക്കാർ ഒഴിവാ. അപ്പൊ നോക്കുമ്പോൾ MLA ഇല്ല, ഇവിടെ വരുമ്പോൾ MLA ഇല്ല. ഇപ്പൊ ഞാൻ പ്രതിഷേധിച്ചുകൊണ്ടാണ് പലരും ഇറങ്ങിപ്പോയത്. ഇപ്പൊ CPI മന്ത്രി ശ്രീ രാജൻ, CPIക്കാർക്ക് വലിയ വിലയില്ല എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞു ഇപ്പൊ ഞങ്ങള് അത് ശരിയാക്കി തരാം എന്ന് പറഞ്ഞ 1 വർഷം കഴിഞ്ഞു, 1.5 വർഷം കഴിഞ്ഞു. ഇതുവരെ അവിടെയും അനക്കമില്ല. എന്റെ പിതാവിനെ അവഹേളിക്കാനുള്ള ശ്രമമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സിവിൽ സ്റ്റേഷൻ നോക്കൂ, അഭയം കൊടുത്ത 1 കോടി അല്ലാതെ ഈ സർക്കാർ 1 രൂപ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഇതാണ് സാഹചര്യം. ചാണ്ടി ഉമ്മൻ്റെ ആ പ്രസ്താവന കേട്ടല്ലോ. ചാണ്ടി ഉമ്മൻ ഇന്നലെ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. ജംബോ ലിസ്റ്റ് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഒരു പദവികളും ഉൾപ്പെടുത്തിയില്ല എന്ന ആ പരിഭവം അദ്ദേഹം ഉയർത്തിയിരുന്നു. അതുപോലെ അബിൻ വർക്കിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അദ്ദേഹം ശക്തമായ പ്രതികരണം നടത്തുന്നതിനിടയിൽ പറഞ്ഞിരുന്നു, തൻ്റെ പിതാവിൻ്റെ ഓർമ്മദിനത്തിൽ ഔട്ട്റീച്ച് സെല്ലിൻ്റെ ആ അധ്യക്ഷൻ എന്ന പദവിയിൽ നിന്നും തന്നെ നീക്കം ചെയ്തതിലുള്ള ആ പ്രതിഷേധം ചാണ്ടി ഉമ്മൻ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. അത് ഓർത്തഡോക്സ് സഭയടക്കമുള്ള സഭ അത് ഏറ്റെടുക്കുകയും അത് വലിയൊരു ചർച്ചയ്ക്കും വിവാദത്തിനും വഴിവെക്കുകയും ചെയ്ത സാഹചര്യത്തിലാവാം പെട്ടെന്ന് അദ്ദേഹത്തിനെ ടാലന്റ് ഹണ്ടിൻ്റെ കോർഡിനേറ്റർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ നിയമിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം വന്നു. ചാണ്ടി പരസ്യമായി മാധ്യമങ്ങളിലൊന്നും അത് നേരിട്ട് വന്ന് പറഞ്ഞില്ല എങ്കിലും കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു ആ പദവി ഏറ്റെടുക്കും എന്ന് പറയുകയുണ്ടായി. നമുക്കറിയാം അതൊന്നും സന്തോഷം കൊണ്ടോ അതല്ലെങ്കിൽ പൂർണ്ണ മനസ്സോടെയോ ഏറ്റെടുക്കുന്ന കാര്യങ്ങളല്ല. കാരണം നിലവിലെ അവസ്ഥയിൽ അത് വേണ്ട എന്ന് പറഞ്ഞാൽ ഒരു നിഷേധിയായി നിന്നാൽ അടുത്ത പണിയന്മാർ കൊടുക്കാൻ കാത്തു നിൽക്കുകയാണ്. അത്തരം പ്രകോപിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇത്തരം പണികൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാവണം ചാണ്ടി ഉമ്മൻ ആ പദവി ഏറ്റെടുത്തത്. നമുക്കറിയാം മണ്ഡലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. വളരെ സജീവമായി, എനിക്ക് തോന്നുന്നു മറ്റേതൊരു MLAക്കായാലും വളരെ സജീവമായി മണ്ഡലത്തിൽ ഇടപെടുന്ന ഒരാളാണ് ചാണ്ടി ഉമ്മൻ.
തുടക്കത്തിൽ നമ്മൾക്കൊരു അല്പം സന്ദേഹമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ചാണ്ടി ഉമ്മൻ വളരെയേറെ ആക്റ്റീവായി ഒരു നിറസാന്നിധ്യമാണ് ഇന്ന് പുതുപ്പള്ളി മണ്ഡലത്തിൽ. അങ്ങനെ നിൽക്കുമ്പോഴും അദ്ദേഹത്തെ ഒതുക്കുവാനുള്ള ശ്രമങ്ങൾ, പ്രത്യേകിച്ച് എങ്ങനെയെങ്കിലും ഇത്തവണ ആ മണ്ഡലം പിടിച്ചെടുക്കുവാനുള്ള തീവ്ര ശ്രമങ്ങൾ ഉമ്മാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓർക്കണം, കഴിഞ്ഞ 53 കൊല്ലം ഉമ്മൻചാണ്ടിയുടെ ഉള്ളംകൈയിൽ കൊണ്ടു നടന്ന ആ മണ്ഡലത്തിൽ മകൻ ചാണ്ടി ഉമ്മൻ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഇനിയും ചാണ്ടി ഉമ്മൻ്റെ ഒരു തുടർക്കഥ അവിടെ ഉണ്ടാകാതിരിക്കുവാൻ അവർ സകല പണികളും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ മണ്ഡലത്തിലെ പരിപാടികളിൽ വിളിക്കാതിരിക്കുക, എന്നിട്ട് പരസ്യം കൊടുക്കുക, വരാതിരിക്കുമ്പോൾ അതിനെതിരെ വാർത്തകൾ നൽകുക, ഇപ്രകാരമൊക്കെയുള്ള പണികൾ നടത്തുമ്പോൾ ചാണ്ടി ഉമ്മൻ്റെ ആ മണ്ഡലം നിലനിർത്തുവാൻ, ചാണ്ടി ഉമ്മൻ്റെ പ്രസൻസ് അവിടെ വളരെയേറെ ആവശ്യമുള്ള ആ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നിർവഹിക്കാൻ പറ്റാവുന്ന പദവികൾ നൽകേണ്ടുന്നത് വരം ഇവന്മാർ ചെയ്തത് നോക്കുക. അദ്ദേഹത്തെ അന്യസംസ്ഥാനത്തിലേക്കും മേഘാലയയിലേക്കും അരുണാചൽ പ്രദേശിലേക്കും ഒക്കെ നാട് കടത്തുന്ന ഒരു അവസ്ഥ ആണ് ഇവന്മാർ ഉണ്ടാക്കുന്നത്. എന്നാൽ ഇതിലൂടെ ഇവർ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ഈ പാർട്ടിയെ നശിപ്പിക്കാനാണോ അതോ വളർത്തുവാനാണോ ഇവർ ശ്രമിക്കുന്നത് എന്ന് ആരും സംശയിച്ചാൽ അവരെ കുറ്റം പറയുവാൻ സാധിക്കുമോ? നമുക്കിനി ചാണ്ടി ഉമ്മൻ കഴിഞ്ഞ ദിവസം നടത്തിയ ആ പ്രസ്താവന ഒന്ന് കണ്ട ശേഷം ഉടൻ മടങ്ങി വരാം. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ വളരെ സ്നേഹത്തിൽ പറഞ്ഞൊരു കാര്യം, ഞാൻ വളരെ നല്ല അർത്ഥത്തിൽ പറഞ്ഞൊരു കാര്യം നിങ്ങളെ വളച്ചൊടിച്ച് ട്വിസ്റ്റ് ചെയ്ത് ഞാനത് അത് തന്നെ ഉറച്ചു നിൽക്കുന്നു പറഞ്ഞപ്പോൾ നിങ്ങൾ വാർത്ത കൊടുത്ത് ഞാൻ തിരുത്തിയെന്നാ. ഒരു തിരുത്തലും ഞാൻ നടത്തിയിട്ടില്ല. ഇതിനു മുമ്പ് പറഞ്ഞ അതേ കാര്യമാണ് ഞാൻ അന്നും പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും ആ സ്റ്റാൻഡാണ് എനിക്കുള്ളത്. ഒരിടത്തും തിരുത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞെന്താ, നമ്മൾക്കെല്ലാം പാർട്ടിയാണ് വലുത്. പാർട്ടി കഴിഞ്ഞേ എന്തും ഉള്ളൂ. ആ ഒരു നിലപാട് എനിക്കൊന്നും ഉണ്ട്. ഇന്നും അത് തന്നെ. ഇപ്പൊ നിങ്ങൾ പുതിയൊരു അർത്ഥതലം ഈ ഒരു മീറ്റിങ്ങിന് കൊടുത്തിരിക്കുന്നു. എന്ത് ചെയ്യാൻ സാധിക്കുക? എൻ്റെ പിതാവിൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകനായിരുന്നു ബെന്നി ബെഹനാൻ. അദ്ദേഹം ഞാൻ എന്നേക്കാൾ കൂടുതൽ വിളിച്ചുകൊണ്ടിരുന്നത് ബെന്നി ബെഹനാൻ. ഞങ്ങൾ ഒരുമിച്ച് ജർമ്മനി പോയപ്പോൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അതുപോലെ എൻ്റെ ഫാദറിന് സുഖമില്ലാത്തപ്പം അതിനുശേഷമുള്ള കാര്യങ്ങളെല്ലാം വളരെ സജീവമായിട്ട് നിന്ന ആളാണ്. അപ്പം എന്ത് ചെയ്യാൻ സാധിക്കും? വിളിച്ച് എല്ലാവരെയും ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്പം വരുന്നവരെയൊക്കെ ഞാൻ ഉൾപ്പെടുത്തും. അല്ല, ഞാൻ ഇവരെ വിളിച്ചിട്ടുണ്ട്. ഇവരെ വിളിച്ചു, അവരെ ഉൾപ്പെടുത്തി, അറിയിച്ചിട്ടുണ്ട്, ഉൾപ്പെടുത്തി. അങ്ങനെ അല്ല, നമുക്ക് നിങ്ങളൊരു കാര്യം മനസ്സിലായി, 1000 കുട്ടികളാണ് പങ്കെടുക്കുന്നത്. 1000 കുട്ടികൾ പങ്കെടുക്കുമ്പോൾ എത്ര കുട്ടികൾക്കാണ് ഞാൻ, നിങ്ങൾക്കറിയാം, ഞാൻ ഓൺ ദ സ്പോട്ടിൽ തന്നെ എത്ര നേരം അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കും. പരിപാടിയുടെ ഡ്യൂറേഷൻ ചെറുതാണ്, ചെറിയൊരു പരിപാടി, അരമണിക്കൂർ താഴെ മാത്രമേ ഉള്ളൂ പരിപാടി. അപ്പോൾ അത് എല്ലാവർക്കും അധികം സംസാരിക്കാനും സാധിക്കത്തില്ല. അപ്പോൾ ചെറിയൊരു പരിപാടി നടത്തി പെട്ടെന്ന് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കണം, അതുപോലെ 20 വീട് കൈമാറണം. നിങ്ങൾ ഇതിൻ്റെ ഒന്നും സിഗ്നിഫിക്കൻസ് കാണാതെ അതിന് വേറെ അർത്ഥതലം കൊടുക്കുമ്പോൾ മാധ്യമങ്ങൾക്ക് അജണ്ട ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ ഇല്ലാത്തൊരു ഗ്രൂപ്പ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതെന്ത് ചെയ്യാൻ സാധിക്കും? എന്ത് ചെയ്താലും വേറൊരു അർത്ഥം കൊടുക്കുകയാണ്. എന്ത് ചെയ്താലും നിങ്ങൾ എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നല്ലേ നിങ്ങൾ പറഞ്ഞു വെച്ചതിന്റെ അർത്ഥം. ഞാൻ പറയാ പാർട്ടിയാണ് വലുത്, പാർട്ടിക്കപ്പുറം ഒരു ഗ്രൂപ്പും ഇല്ല, ഒരു ഗ്രൂപ്പും ഉണ്ടാവത്തുമില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, കോൺഗ്രസ് ഗ്രൂപ്പാണ് ഞാൻ, രാഹുൽ ഗാന്ധി ഗ്രൂപ്പാണ് ഞാൻ. അല്ല, എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം പാർട്ടി ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ പാർട്ടി ഇങ്ങനൊരു വലിയ ഒരു ഉത്തരവാദിത്വം, നിങ്ങൾക്കറിയാം, വളരെ പ്രാധാന്യമുള്ള 2 സംസ്ഥാനങ്ങളാണ്. പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശ് നമ്മുടെ തന്ത്രപ്രധാനമായ ഒരു സംസ്ഥാനങ്ങളിലൊന്നാണ്. അതുപോലെ തന്നെ മേഘാലയയും വളരെ നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ്. ഞാൻ ഇന്ത്യയിലൊട്ടുക്ക് എനിക്ക് പ്രവർത്തിക്കാൻ അവസരവും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഡൽഹിയിലാണ് എൻ്റെ പ്രവർത്തനം ഞാൻ തുടങ്ങിയത്. കർണാടക ഉൾപ്പെടെ, ഒറീസ ഉൾപ്പെടെ ഇന്ത്യയിലൊട്ടുക്ക് എനിക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. മധ്യപ്രദേശും ഛത്തീസ്ഗഡും ഒക്കെ ഞാൻ എൻ്റെ പ്രവൃത്തി പദങ്ങളായിരുന്നു. മഹാരാഷ്ട്രയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചണ്ഡീഗഡ് ഉൾപ്പെടെ, ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളും എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും നോർത്ത് ഈസ്റ്റിൽ എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ എന്നെ വലിയൊരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചത്. 2 സംസ്ഥാനങ്ങളുടെ ടാലൻറ്റ് ഹണ്ട് അതിൻ്റെ ഭാഗമായിരിക്കുക. ഇന്നലെ ആയിരുന്നു ഫസ്റ്റ് കോർഡിനേറ്റർമാരുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നത്. വളരെ സീനിയർ ആയിട്ടുള്ള ലീഡേഴ്സാണ് അതിനകത്തുള്ളത്. MP-മാർ, അതുപോലെ തന്നെ ഞങ്ങൾ സഹപ്രവർത്തകരായി പ്രവർത്തിച്ചിട്ടുള്ള NSUA യൂത്ത് കോൺഗ്രസ് കാലഘട്ടത്തിൽ ഞങ്ങളോട് ഒരുമിച്ച് നിന്നിട്ടുള്ളവർ ഒക്കെ ഇന്നലെ എനിക്ക് കാണുവാൻ സാധിച്ചു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഉത്തരവാദിത്വം പാർട്ടിക്ക് വേണ്ടി
എന്നെ ഏൽപ്പിക്കുമ്പോൾ അത് എൻ്റെ ഒരു വലിയൊരു അംഗീകാരം നൽകിയിട്ടാണ് ഞാൻ കരുതുന്നത്. പക്ഷെ ചില രീതിയിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ എന്തോ ഒരു വലിയൊരു ദുരന്തം സംഭവിച്ചു എന്നൊരു രീതി പ്രചരിപ്പിക്കുന്നുണ്ട്. അത് അവരുടെ ഇഷ്ടം, അവരുടെ ആഗ്രഹം അതാ. പക്ഷേ ഞാൻ കാണുന്നത് അറിയോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ പരം ഒരു അംഗീകാരം എനിക്ക് കിട്ടാനില്ല. രാജ്യത്തിൻ്റെ ഏത് കോണിൽ പോയും ഞാൻ ഇതിനു മുമ്പ് പ്രവർത്തിച്ചിട്ടുണ്ട്, ഇനിയും പ്രവർത്തിക്കും. പക്ഷെ അപ്പോഴും ഞാൻ കേരളത്തിൽ തന്നെയുണ്ട്. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തനമല്ലേ. എന്നെ സംബന്ധിച്ച് പാർട്ടിയാണ് വലുത് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അന്നും പറഞ്ഞു, പാർട്ടിയുടെ അകത്തെ തീരുമാനങ്ങൾ പാർട്ടി ലീഡർഷിപ്പാണ് തീരുമാനിക്കുന്നത്. പാർട്ടി ലീഡർഷിപ്പിന് ഏത് തീരുമാനവും എടുക്കാം. അതിനകത്ത് വേറൊരു ഫാക്ടർ ഉണ്ടാവാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഈ കോൺഗ്രസ് നേതൃത്വം, ഈ വി.ഡി. സതീശൻ അടക്കമുള്ള ഈ നേതാക്കന്മാർ പിണറായിക്ക് തുടർഭരണം ഒരുക്കുവാൻ വേണ്ടി കോൺഗ്രസ് മുക്ത കേരളത്തിനു വേണ്ടി പണിയെടുക്കുന്നവന്മാരാണ് എന്ന് ഞങ്ങൾ ആവർത്തിക്കുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് മിഷൻ 250 എന്ന പേരിൽ നമ്മളൊരു ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. അതിൻ്റെ 14-ാം ദിവസമായ ഇന്ന് നിങ്ങൾ കണ്ടു, രാഹുൽ മണ്ഡലത്തിൽ വളരെയേറെ ശക്തനാകുന്നു. അദ്ദേഹത്തിൻ്റെ ആ ജനപ്രീതി വളരെയേറെ വർദ്ധിച്ചു. അദ്ദേഹം ഈ ഒരു ഇഷ്യൂവിന് ശേഷം 90 ദിവസങ്ങൾ പിന്നിടുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ആ യുവ നേതാവിൻ്റെ ഇമേജ് വർദ്ധിക്കുകയും ഈ കേക്കച്ചൻ എന്ന് പറയുന്ന ഈ നരാധമനാണ് ഈ പാർട്ടിയെ നശിപ്പിക്കുന്നത്, വർഷങ്ങളായി ഈ പാർട്ടിക്ക് സകല പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നതും ഭരണ തുടർച്ച നശിപ്പിച്ചതും 2021 ഒരു തിരിച്ചുവരവിന് അവസരമുണ്ടായിട്ടും നശിപ്പിച്ചതും ഈ 2026 നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ പ്രതിസന്ധി ഉണ്ടാകുന്ന ഈ ക്യാൻസറിനെ അറുത്തുമുറിച്ച് എത്രയും വേഗം കളയണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുകയാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.